അസ്സലാമു അലൈക്കും. ഇന്നത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് മക്കൾ നന്നാൻ വേണ്ടിയിട്ട് മഗ്‌രിബിൻ്റെ തൊട്ട് മുന്നേ ഉമ്മമാർ ഈ സൂറത്ത് 7 വട്ടം ഓതൽ പതിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ളത് നമ്മുടെ മക്കൾ, നമ്മൾ വളർത്തുന്ന മക്കൾ നല്ല സ്വാലിഹീങ്ങളായി തീരാൻ, നല്ല സ്വഭാവത്തിന് ഉടമകളായി തീരാൻ, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന കുട്ടികളായി തീരാൻ വേണ്ടിയിട്ട് അല്ലേ. സമൂഹത്തിൽ അവർ നമുക്കൊരു മോശപ്പേരും കേൾപ്പിക്കാതെ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന കുട്ടികളായി തീരാൻ ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ആരാണുള്ളത്? നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്ന പേരൻസിന് മാത്രമല്ല, മോശം സ്വഭാവക്കാരായിട്ടും പല രീതിയിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഇബ്ലീസിൻ്റെ ഷെറിയിലൊക്കെ പെട്ടിട്ട് വഴിതെറ്റി വഴികേടിലായി പോയിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കൾ പോലും, അവരുടെ മക്കൾ പോലും നല്ല രീതിയിൽ വളരണമെന്നാണ് ആ പേരൻസും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ, നല്ല ചിട്ടയായ രീതിയിൽ, അവർ നല്ല സ്നേഹത്തോടെ അച്ചടക്കത്തോടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന രീതിയിലൊക്കെ വളരാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, അങ്ങനത്തെ മാതാപിതാക്കൾ ആരും തന്നെ ഉണ്ടാതിരിക്കില്ല. നമ്മുടെ മക്കളൊക്കെ നമ്മളെ സ്നേഹിക്കണം, സന്തോഷത്തോടെ പരിപാലിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മക്കൾ അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടി തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും എല്ലാ മക്കളെയും ജനനം മുതൽ മരണം വരെ അവരെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളല്ലേ, സ്വാലിഹാത്തുകളായ മക്കളെ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തെരുമാറാകട്ടെ എന്ന് ആദ്യം ദുആ ചെയ്യുകയാണ്. അപ്പോൾ മഗ്‌രിബിൻ്റെ മുന്നേ ഓതേണ്ടുന്ന ഈ സൂറത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖുർആനിലെ ചെറിയ സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ചെറിയ സൂറത്താണ്. ഞാൻ മുഴുവനായിട്ടും ഇവിടെ ഓതുന്നില്ല. ഈ സൂറത്ത് വശംസി വളുഹാഹ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്ത് മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് പ്രാർത്ഥനയ്ക്ക് നല്ല ഉത്തരം കിട്ടുന്ന സമയം നമ്മുടെ കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, ചെറിയ മക്കളാണെങ്കിൽ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ടോ അല്ലാതെയോ എങ്ങനെ ഓതിയാലും കുഴപ്പമില്ല, ഖുർആൻ ഈ സൂറത്ത് 7 വട്ടം അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഓതുക. അതല്ല എന്നുണ്ടെങ്കിൽ, കുട്ടികൾ സമീപത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ 7 വട്ടം ഈ സൂറത്ത് ഓതുക. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളൊക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെയധികം പങ്കുണ്ടതിൽ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ ദുആ ചെയ്യണം എന്നാണ് നമ്മളെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ എങ്ങനെയുള്ള മക്കളായിക്കോട്ടെ, നമ്മൾ അവർക്ക് വേണ്ടി നല്ലത് മാത്രം പ്രാർത്ഥിക്കുക, നല്ലത് മാത്രം ചെയ്തുകൊണ്ട് മക്കളെ നല്ലത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് വളർത്തുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ല സ്വാലിഹീങ്ങളായ മക്കളായി തീരുമാറാകട്ടെ. ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക.